റോഡ് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസിനെ കുറിച്ചിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ടേമാണ് ട്രാഫിക്. ഓൾ ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് യൂസിങ് ദ റോഡ് ആൻഡ് പെഡസ്ട്രിയൻസ് ടുഗെദർ ഫോംസ് ദ ട്രാഫിക്. റോഡിലൂടെ പോകുന്ന എല്ലാത്തരം വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് ട്രാഫിക്. Next term is potholes. The holes formed due to the loss of stone aggregate from the base course of the pavement is known as potholes. റോഡിൻ്റെ ബേസ് കോഴ്സിൽ നിന്ന് മെറ്റൽ അതായത് കോഴ്സ് അഗ്രിഗേറ്റ് ഇളകി പോകുന്നത് കാരണം ഉണ്ടാകുന്ന റോഡിലെ കുഴികളെയാണ് നമ്മൾ പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്. ഇത് റോഡിലെ ഈ ഫിഗറിലൊക്കെ കാണുന്ന പോലെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികൾ. Next term is rutting. The longitudinal depressions formed due to the repeated application of loads on the same portion of the road. It is also known as consolidation of pavement layers. Ruttingന് consolidation of pavement layers അല്ലെങ്കിൽ settlement of pavement layers എന്നും പറയാറുണ്ട്. റോഡിൻ്റെ ലെങ്ത് വൈസിൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി ഉണ്ടാകുന്ന താഴ്ചകളെ അല്ലെങ്കിൽ ഡിപ്രഷൻസിനെയാണ് നമ്മൾ റട്ടിംഗ് എന്ന് പറയാറുള്ളത്. റോഡിൻ്റെ ഒരേ ഭാഗത്ത് കൂടി തുടർച്ചയായി ഹെവി ലോഡ്സ് പോകുമ്പോഴാണ് സാധാരണയായി റട്ടിംഗ് സംഭവിക്കാറുള്ളത്. ഹെവി ലോഡ്സ് പോകുമ്പോൾ പേയ്മെൻറ്റ് ലെയേഴ്സിൽ ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് കാരണമാണ് റട്ടിംഗ് സംഭവിക്കുന്നത്. Next term is traffic separators or medians. Generally, medians are provided to avoid head-on collision between vehicles moving on opposite directions. And it is also used to segregate the slow traffic. It also shadows the crossing and turning traffic. രണ്ട് ഓപ്പോസിറ്റ് ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തമ്മിലുള്ള ആക്സിഡൻറ്റ് അല്ലെങ്കിൽ കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്. സ്ലോ ട്രാഫിക് അല്ലെങ്കിൽ റോഡിലുണ്ടാകുന്ന ട്രാഫിക്കിൻ്റെ റഷ് കുറയ്ക്കാനും മീഡിയൻസ് സഹായിക്കുന്നുണ്ട്. റോഡിലിപ്പോൾ ഒരു ക്രോസിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, അതും അതിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഒരു ടേൺ ചെയ്യണം, തിരിവ് തിരിയാനുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ റോഡിൽ അല്ലെങ്കിൽ ട്രാഫിക്കിനെ ഗൈഡ് ചെയ്യുന്നത് ഈ മീഡിയൻസ് ആണ്. പല ടൈപ്സിൽ മീഡിയൻസ് കൊടുക്കാറുണ്ട്. റോഡിൽ കൊടുക്കുന്ന ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതും ഒരു മീഡിയൻ തന്നെയാണ്. നെക്സ്റ്റ് ടേം ഈസ് ട്രാൻസിഷൻ കർവ്. ദ കർവ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ എ സർക്കുലർ കർവ് ആൻഡ് സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് എ റോഡ് ഈസ് നോൺ ആസ് ട്രാൻസിഷൻ കർവ്. ഒരു സ്ട്രെയിറ്റ് റോഡിനെയും ഒരു സർക്കുലാർ റോഡിനെയും അല്ലെങ്കിൽ ഒരു സർക്കുലാർ കേർവ് ഉള്ള റോഡിനെയും കണക്റ്റ് ചെയ്യുന്ന കേർവിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ കേർവ്. നെക്സ്റ്റ് ടേം ഈസ് കർബ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ റോഡ് പേയ്മെൻറ്റ് ആൻഡ് ഷോൾഡർ. റോഡിൻ്റെ പേയ്മെൻറ്റിൽ അതായത് ക്യാരേജ് വേനെയും ഷോൾഡറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ്റെ എഡ്ജിന് പറയുന്ന പേരാണ് കേർബ് എന്ന്. നിങ്ങൾക്കിപ്പോൾ ഈ ഫിഗറിൽ ആ ബ്ലൂവും യെല്ലോ കളറിൽ കാണാണ്ടല്ലോ, ആ എഡ്ജിന് പറയുന്ന പേരാണ് കേർബ് എന്ന് കേട്ടോ. നെക്സ്റ്റ് ടേം ഈസ് ബ്രിക്ക് എഡ്ജിങ്. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ വൈഡനിങ് ദി മെയിൻ carriage way. An extra 60 cm width of flat bricks are provided on either side of the carriageway. It is used as an additional travelling surface. carriage way അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്ന റോഡിൻ്റെ പോർഷൻ നമുക്ക് ഭാവിയിൽ കുറച്ചും കൂടി വൈഡൻ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഈ ബ്രിക്ക് എഡ്ജിങ്. കുറച്ചും കൂടി ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കനോലി പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ റോഡിൻ്റെ രണ്ട് സൈഡിലും
പേവിങ് ബ്രിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ പേവിങ് സ്റ്റോൺ വെച്ചിട്ട് വൈഡൻ ചെയ്തിട്ടുണ്ടാവും ആ റോഡ്. അങ്ങനെ പേവ് ചെയ്ത സ്റ്റോണിനെയാണ് നമ്മൾ ബ്രിക്ക് എഡ്ജിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ഫ്രോസ്റ്റ് ഹീവിങ്. Localized heaving up of portion of pavement due to the action of frost depending on groundwater level and climatic conditions is known as frost heaving. റോഡിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട്, അതായത് ലോക്കലൈസ്ഡ് ആയിട്ട് ചില ഭാഗങ്ങളിൽ ഒരു ബൾജിങ് ഉണ്ടാവും. മുകളിലേക്ക് ഒരു ബൾജിങ് പോലെ കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം സബ്ഗ്രേഡിൽ ഉണ്ടാവുന്ന സ്വെല്ലിംഗ് ആണ്. സബ്ഗ്രേഡ് എന്ന് പറയുന്നത് റോഡിന് താഴെയുള്ള സോയിലിനെയാണ്. അതിലുണ്ടാവുന്ന സ്വെല്ലിംഗ് കാരണമാണ് സാധാരണയായിട്ട് ഫ്രോസ്റ്റ് ഹീവിങ് സംഭവിക്കുന്നത്. ഫ്രോസ്റ്റ് ഹീവിങ് സാധാരണയായിട്ട് കുറച്ച് കോൾഡ് ക്ലൈമറ്റുള്ള ഏരിയാസിലാണ് കാണപ്പെടാറുള്ളത്. റോഡിൻ്റെ അടിയിലുള്ള സോയിലിൻ്റെ എക്സ്പാൻഷൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അതായത് സോയിലിൻ്റെ അടിയിലൊക്കെ ഐസ് ഫോർമേഷൻ ഉള്ളത് കാരണം റോഡിൻ്റെ ടോപ്പ് പോർഷൻ അല്ലെങ്കിൽ മുകൾ ഭാഗം കുറച്ച് അപ്വേർഡായിട്ട് ബൾജ് ചെയ്തിരിക്കും. ഇതിനെയാണ് ഫ്രോസ്റ്റ് ഹീവിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ഇൻ്റർസെക്ഷൻ. ഓൾ റോഡ് ഇൻ്റർസെക്ഷൻസ് വിച്ച് മീറ്റ് അറ്റ് എബൌട്ട് സെയിം ലെവൽ അലൗവിങ് ട്രാഫിക് മാനോവർ ലൈക്ക് മെർജിങ്, ഡൈവേർട്ടിംഗ്, ക്രോസിംഗ് എക്സെട്ര. റോഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജംഗ്ഷനൊക്കെ പോലെ തന്നെ, അതായത് കുറേ റോഡുകൾ സെയിം ലെവലിൽ തന്നെ വന്ന് മീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷനിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ, അതായത് ഒരു റോഡിൽ നിന്ന് ഓപ്പോസിറ്റ് റോഡിലേക്ക് ക്രോസ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ വേറൊരു ദിശയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനൊക്കെ ഈ ഇൻ്റർസെക്ഷൻ നമ്മളെ സഹായിക്കുന്നു. നെക്സ്റ്റ് ടേം ഈസ് റിഗ്രഷൻ. The change in the strength of the subgrade is known as regression. സബ്ഗ്രേഡിൻ്റെ, അതായത് റോഡിൻ്റെ ഏറ്റവും ബോട്ടം ലെയർ സബ്ഗ്രേഡിൽ സോയിലിൻ്റെ സ്ട്രെങ്ത്തിലുള്ള വ്യത്യാസത്തിന് അല്ലെങ്കിൽ കുറവിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അടുത്ത ടേം പ്രൈം കോട്ടാണ്. എ ബിറ്റുമിനസ് വെയറിംഗ് സർഫസ് പ്ലേസ്ഡ് അപ്പോൺ എ പ്രീവിയസ്ലി അൺട്രീറ്റഡ് compacted foundation layer is known as prime coat. ഫർദർ സെറ്റിൽമെൻ്റ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തരത്തിലുള്ള കോമ്പാക്റ്റിംഗ് ഡിവൈസ്, അതായത് റാമറോ അല്ലെങ്കിൽ റോഡ് റോളറോ ഉപയോഗിച്ച് ഫൗണ്ടേഷൻ ലെയറിലുള്ള സോയിലിനെ ഉറപ്പിച്ചിട്ടുള്ള സെറ്റിൽമെൻ്റ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കോമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ ലെയറിൻ്റെ മുകളിലൂടെ ആയിട്ട് ഒരു ബിറ്റുമിനസ് കോട്ടിംഗ്, അതായത് ഒരു ടാറിൻ്റെ ഒരു കോട്ടിംഗ് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൈം കോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഇസ് റിട്ടേൺ വാൾ. ദ വാൾ പ്രൊവൈഡഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ അബട്ട്മെൻറ്റ് ടു സപ്പോർട്ട് ദ എർത്ത് ഫിൽ അറ്റ് ദെയർ ബാക്ക് ഇസ് നോൺ ആസ് റിട്ടേൺ വാൾ. നമുക്കറിയാം അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ രണ്ട് എൻഡിലും കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ്. അബട്ട്മെൻറ്റിന് റൈറ്റ് ആംഗിളായിട്ട് കൊടുക്കുന്ന വിങ് വാളിന് പറയുന്ന പേരാണ് റിട്ടേൺ വാൾ. ഈ ഫിഗേഴ്സിൽ കാണിച്ചേക്കുന്നത് സ്പ്ലേഡ് വിങ് വാളാണ്. ഇത് അബട്ട്മെൻറ്റിന് കറക്റ്റ് 90 ഡിഗ്രിയിലാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റിട്ടേൺ വിങ് വാൾ എന്ന് പറയുന്നത്. റിട്ടേൺ വാളിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലുള്ള, അതായത് അപ്പാർട്ട്മെൻറ്റിന് ബാക്ക് സൈഡിലുള്ള സോയിലിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സോയിൽ പുഴയിലേക്കോ അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലേക്കോ ഉതിർന്നു വീഴാതെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിങ് വാൾ അല്ലെങ്കിൽ റിട്ടേൺ വാൾ കൊടുക്കുന്നത്. അടുത്ത ടേം ഹെഡ്വേ ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് വെഹിക്കിൾസ് മൂവിങ് ഇൻ ദ സെയിം ലെയിൻ ആൻഡ് ഇസ് മെഷേർഡ് ഫ്രം head to head at any instance is known as headway space. ഒരേ പാതയിലൂടെ പോകുന്ന രണ്ട് വാഹനങ്ങളുടെ ഫ്രണ്ട് പോർഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഹെഡ്വേ. നേരെ മറിച്ച് അതേ വാഹനങ്ങളുടെ ബാക്ക് പോർഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ടെയിൽ വേ. നെക്സ്റ്റ് ടേം ഈസ് വാട്ടർ ബൗണ്ട് മെക്കാഡം. In this method of road construction, the broken stones of the base and surface cores are bound by
the stone dust in the presence of moisture. റോഡ് കൺസ്ട്രക്ഷൻ്റെ ഒരു മെത്തേഡാണ് വാട്ടർ ബൗണ്ട് മെക്കാഡം. ഈ മെത്തേഡിൽ ബേസ് കോഴ്സിനെയും സർഫസ് കോഴ്സിനെയും കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോൺ ഡസ്റ്റാണ് യൂസ് ചെയ്യുക. സ്റ്റോൺ ഡസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാറപ്പൊടിയൊക്കെയാണ്. ഇനി മോയ്സ്ചറിൻ്റെ പ്രസൻസിലാണ് നമ്മൾ വാട്ടർ ബൗണ്ട് മെക്കാഡം ചെയ്യാറുള്ളത്. അതായത് വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഈ സ്റ്റോൺ ഡസ്റ്റൊക്കെ ഇതിൻ്റെ വോയിഡ്സിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് വാട്ടറും കൂടി യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ടേമാണ് ട്രാഫിക് ഐലൻഡ്. The raised areas constructed within the carriageway to provide physical channels to guide the vehicular traffic is known as traffic island. കാരേജ് വേയിൽ കുറച്ച് റൈസ് ചെയ്തിട്ടൊരു പോർഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് ചിലപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കണതായിരിക്കാം, ചിലപ്പോൾ അവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വല്ല സ്റ്റാച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ റൈസ് ചെയ്തുണ്ടാക്കുന്ന പോർഷന് പറയുന്ന പേരാണ് ഐലൻഡ് അല്ലെങ്കിൽ ട്രാഫിക് ഐലൻഡ് എന്ന് പറയുന്നത്. വാഹനങ്ങളുടെ സ്മൂത്ത് ട്രാവലിംഗ് ഉറപ്പാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രാഫിക് ഐലൻഡ് സാധാരണയായി കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ടേം ഈസ് ഗൈഡ് ഐലൻഡ് ഓർ ചാനലൈസ്ഡ് ഐലൻഡ്. It is useful in the intersection area. The size and shape depends upon the layout and dimensions of the intersection. The purpose of guide island are controlling the speed, protection of pedestrians, and control the angle of conflict. ട്രാഫിക് ഇൻ്റർസെക്ഷനിൽ കൊടുക്കുന്ന ഐലൻഡ്സിനെയാണ് ഗൈഡ് ഐലൻഡ് അല്ലെങ്കിൽ ചാനലൈസ്ഡ് ഐലൻഡ്സ് എന്ന് പറയാറുള്ളത്. ഇൻ്റർസെക്ഷൻ്റെ സൈസ് അല്ലെങ്കിൽ ലേ ഔട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗൈഡ് ഐലൻഡിൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യാറുള്ളത്. അത് കറക്റ്റ് സർക്കുലർ ഷേപ്പ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിലോ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. കുറച്ചുകൂടി സിമ്പിളാക്കി മനസ്സിലാക്കി തരാനാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ കൊടുക്കുന്നത് ഗൈഡ് ഐലൻഡാണ്. ആ ഇൻ്റർസെക്ഷനിൽ കൊടുക്കുന്ന ആ റേസ്ഡ് പോർഷന് പറയുന്ന പേരാണ് ഗൈഡ് ഐലൻഡ് എന്ന്. വാഹനങ്ങൾ മറ്റൊരു ദിശയിലേക്ക് വേറൊരു റോഡിലേക്ക് പോകുമ്പോൾ ഈ ഗൈഡ് ഐലൻഡിനെ ചുറ്റിയിട്ടായിരിക്കും പോകാറുള്ളത്. ഗൈഡ് ഐലൻഡിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വാഹനങ്ങളുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവ തമ്മിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ടേം ഈസ് റെഫ്യൂസ് ഐലൻഡ്. ദ ഐലൻഡ് പ്രൊവൈഡഡ് at or near a crosswalk to aid protect pedestrians crossing the roadway is known as refuse island. റോഡ് ക്രോസ് ചെയ്തു പോകുന്ന കാൽനട യാത്രക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ക്രോസ് വാക്ക്, അതായത് സീബ്ര ക്രോസിങ്ങിലോ അല്ലെങ്കിൽ അതിനടുത്തായോ കൊടുക്കുന്ന ഐലൻഡിന് പറയുന്ന പേരാണ് റെഫ്യൂസ് ഐലൻഡ്. അടുത്ത ടേമാണ് റിഫ്ലക്ഷൻ ക്രാക്സ്. These cracks are developed in the bituminous surfacing laid over an existing cement concrete pavement. ഓൾറെഡി ഉള്ള ഒരു കോൺക്രീറ്റ് റോഡ്, ആ കോൺക്രീറ്റ് റോഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടാറ് കൊണ്ട് ഒരു എക്സ്ട്രാ കോട്ടിംഗ് കൊടുക്കുകയാണ്. ബിറ്റുമിനസ് കോട്ടിംഗ് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിൻ്റെ മുകളിലായിട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം സിമെൻറ്റ് കോൺക്രീറ്റ് റോഡുകൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഓരോ സ്ലാബുകളായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഓരോ സ്ലാബിൻ്റെയും ഇടയിലുള്ള ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് മുകളിൽ നമ്മൾ കൊടുത്തേക്കണ ടാറിൻ്റെ കോട്ടിങ്ങിൽ ക്രാക്സ് ആയിട്ട് കാണപ്പെടും. ഇതിനാണ് റിഫ്ലക്ഷൻ ക്രാക്സ് എന്ന് പറയുന്നത്. റോട്ടറി ഇൻ്റർസെക്ഷൻ. എ റോട്ടറി ഇൻ്റർസെക്ഷൻ ഈസ് ആൻ എൻലാർജ്ഡ് റോഡ് ഇൻ്റർസെക്ഷൻ where all converging vehicles are forced to move around a large central island in one direction only before they get into their respective directions, radiating from the central island. റോട്ടറി ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ റോഡ് ഇൻ്റർസെക്ഷനാണ്. ആ ഇൻ്റർസെക്ഷനിലേക്ക് എത്തുന്ന എല്ലാ വാഹനങ്ങളും ഇൻ്റർസെക്ഷൻ്റെ സെൻറ്ററിലുള്ള ഐലൻഡിനെ ചുറ്റിയിട്ടായിരിക്കും ഏത് ഡയറക്ഷനിലുള്ള റോഡിലേക്കാണോ അവർക്ക് പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ ഗൈഡ് ഐലൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു.
അപ്പോൾ പറഞ്ഞതായിരുന്നു തൃശ്ശൂർ റൗണ്ട്. തൃശ്ശൂർ റൗണ്ടുള്ള ഇൻ്റർസെക്ഷൻ ഒരു റോട്ടറി ഇൻ്റർസെക്ഷൻ ആണ്. അതായത് ആ ഇൻ്റർസെക്ഷനിലേക്ക് എത്തിപ്പെടുന്ന എല്ലാ വാഹനങ്ങളും ആ സെൻറ്ററിലുള്ള ഗൈഡ് ഐലൻഡിനെ ചുറ്റിയിട്ടായിരിക്കും അവർക്ക് വേണ്ട റോഡിലേക്ക് തിരിഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ടേം ഈസ് റിജിഡ് പേയ്മെൻറ്റ്സ്. The pavements in which deformation of the subgrade are not reflected on the surface course. മുമ്പ് നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് റിജിഡ് പേയ്മെൻറ്റ്സ്. സബ്ഗ്രേഡിൽ, അതായത് റോഡിന് ഏറ്റവും ബോട്ടമിലുള്ള ലെയറായ സോയിലിൽ എന്തെങ്കിലും ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയാണ്. അതായത് സോയിലിൻ്റെ സെറ്റിൽമെൻറ്റ് കാരണമൊക്കെ എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് റോഡിൻ്റെ ടോപ്പ് സർഫസായ വിയറിംഗ് കോഴ്സിൽ കാണില്ല. ഡിഫ്ലക്ഷൻ മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണില്ല. അങ്ങനത്തെ പേയ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് റിജിഡ് പേയ്മെൻറ്റ്സ്. റിജിഡ് പേയ്മെൻറ്റ്സിന് ഒരു എക്സാമ്പിളാണ് കോൺക്രീറ്റ് റോഡുകൾ, സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ്സ്. അടുത്ത ടേം റൂളിംഗ് ഗ്രേഡിയൻ്റ് ആണ്. The maximum gradient within which the designer attempts to design the vertical profile of the road. നമുക്കറിയാം ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനലി ഉള്ള റൈസ് അല്ലെങ്കിൽ ഫോൾ ആണ്. ആ റൈസിനോ അല്ലെങ്കിൽ ഫോളിനോ കൊടുക്കുന്ന മാക്സിമം സ്ലോപ്പ്, മാക്സിമം ചെരിവിന് പറയുന്ന പേരാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. നെക്സ്റ്റ് ടേം ഈസ് ക്രീറ്റ് വേ. A trackway in the form of concrete slabs used where bullock cart traffic is heavy is known as creetway. The central portion being 3.6 to 5 meter, which is used for the heavy traffic. Creetways are generally 60 to 75 centimeter wide concrete slabs, which are 10 to 15 centimeter thick and are placed at 1.3 to 1.5 meter center to center. ബുള്ളോക്ക് കാർട്ട് ട്രാഫിക് അഥവാ കാളവണ്ടികളൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ മെയിൻ കാരേജ് വേൻ്റെ രണ്ട് സൈഡിലായിട്ട് കോൺക്രീറ്റ് സ്ലാബുകൾ ഉപയോഗിച്ച് നമ്മളൊരു എക്സ്ട്രാ ട്രാക്ക് വേ കൊടുക്കാറുണ്ട്. അതായത് ഈ ബുള്ളോക്ക് കാർട്ട്സിനൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ട്രാക്ക് വേ ഉണ്ടാക്കാറുണ്ട്. മോട്ടോ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹെവി ട്രാഫിക്കിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി കാരേജ് വേൻ്റെ വിഡ്ത്ത് 3.6 മീറ്റർ മുതൽ 5 മീറ്റർ വരെ കൊടുക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബുള്ളോക്ക് കാർട്ട് ട്രാഫിക്കിന് വേണ്ടി നമ്മൾ കോൺക്രീറ്റ് സ്ലാബ്സ് ആണ് കൊടുക്കാറുള്ളത്. 60 to 75 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള കോൺക്രീറ്റ് സ്ലാബുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ആ സ്ലാബുകളുടെ തിക്നെസ് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെയാണ്. ഇനി സ്ലാബുകൾ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് കൊടുക്കാറുള്ളത്. അതായത് 1.3 തൊട്ട് 1.5 മീറ്റർ വരെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഗ്യാപ്പിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ലാസ്റ്റ് ടേമാണ് ഇന്നത്തെ ജോയിൻറ്റ് ഫില്ലർ. ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ഫിൽ ദ സ്പേസ് ബിറ്റ്വീൻ ദ ജോയിൻറ്റ് ഇസ് നോൺ ആസ് ജോയിൻറ്റ് ഫില്ലർ. കോൺക്രീറ്റ് റോഡ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ചില ജോയിൻസുകൾ ഉണ്ടാവും. അതായത് ഓരോ സ്ലാബുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ജോയിൻസ് ഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് ജോയിൻസ് ഫില്ലർ. ഈ ജോയിൻസ് കൊടുക്കുന്നത് ടെമ്പറേച്ചർ വേരിയേഷന് കാരണം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ജോയിൻറ്റ് ഫില്ലറായി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എപ്പോഴും കംപ്രസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും.